സൂര്യാകുമാരിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പോ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും നിൽക്കുന്നത് നമ്മുടെ ഗുരുവായൂരുള്ള നിയോ വിസ്ഡം കോളേജിൽ തന്നെയാണ്. ഇവിടെ നമ്മുടെ ബാച്ച് അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. കമാ. കണ്ടല്ലോ, കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിക്കൊണ്ടല്ലോ വല്യേട്ടനെ എങ്ങനെയാണ് അവർ അവതരിപ്പിച്ചതെന്ന്. ഇനി അതൊക്കെ മേലെ അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വാ. എന്താണ് പേര്? അർച്ചന. ഓക്കെ. എവിടെ നാടവിടെ? ഏതിനാ പഠിക്കുന്നത്? അവിടെ ഞാൻ ഡിഗ്രി തേർഡ് ഇയർ. റെഡി ആക്ഷൻ. അയ്യോ പറഞ്ഞു. എന്തുകൊണ്ട് അവിടെ പോയേക്കലായിരുന്നു? സുഖം തന്നെയാണല്ല. തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചു. പാറമണ്ണിൽ പൊന്നു വിളയിച്ചു. നിലമ്പൂരിലെ ഗൂഡല്ലൂരിൽ നിലമ്പൂരിലെയും ഗൂഡല്ലൂരിലെയും എന്താണ് അവിടെ? നിലമ്പൂർ എന്താണുള്ളത്? തടിയല്ല, ഡെസേർട്ടാണോ അതോ കാടാണോ? എന്താണ്? കാടിൽ തടി, കാടുകളിൽ തടി. എന്തോ എങ്ങനെ തടി കൂപ്പ്. എന്നിട്ട് കൂപ്പ് പിടിച്ചു. കൊണ്ടും കൊടുത്തും വളർന്ന രാമനുണ്ണി. എന്നിട്ട് ആ കഥ ഞാനൊന്ന് കേക്കട്ടെ. ആളെ കഷ്ടപ്പെട്ടത് വെറുതെ ആയി. രക്തത്തിന് ചുവപ്പ് നിറായിരുന്നു. രക്തത്തിന് ഞങ്ങളെയൊക്കെ പച്ച നിറം രക്തം. വന്നത് പഴങ്കഥകൾ പറയാനല്ല, പിന്നെ നെഞ്ചുരിച്ച ആളാവൻ ഒന്നതല്ല. മുൾച്ചെടിക്ക് വിഷക്കായ പോലെ നിങ്ങളുടെ മകൻ ഉണ്ടാക്കിണ്ടല്ലോ. ഇതാ നിക്കുന്നു അരി ശവരാമൻ. അവനോട് പറയണം. എന്താ പറയേണ്ടത്? മാധവനെ പിപ്പിടി കാണിക്കാൻ വരെ ഇരുത്തുന്നു. ദൈവം കൊള്ളി വെക്കാൻ ഒരു മകനെ കൂടി കൊടുത്തില്ല. ചോരമാനോ? എന്റെ പള്ളി, ഇത് ഇവിടെ അല്ലയോ? ദൈവം മാനെ കൊടുത്തില്ല, ചോരമാനം. എന്നാ ഓക്കെ. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്നിറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. എന്താണ് പേര്? എൻ്റെ പേര് മുഹമ്മദ് റിയാസ്. എവിടെ നാട്? ഇവിടെ തന്നെ പുതുവനശ്ശേരി. ഏത് ക്ലാസ്സിലോട്ട് പഠിക്കുന്നു? BBA സെക്കൻഡ് ഇയർ. റെഡി ആക്ഷൻ. ഉൾനാബ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലും ഗൂഡന്നൂരിലും കൂപ്പ് പണി ചെയ്തും കൂപ്പ് വേലയിലും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന ഒഴുകിയ മാധവനാർ. ഈ കുറുപ്പ് പാവാ സാറേ, കുഞ്ഞുകുട്ടി പരായനക്കാരനാ. എന്നെ വെറുതെ വിട്ടേക്കണേ. ടെൻഷനാവുക. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. പറഞ്ഞു. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. നിർത്താൻ 3 പ്രാവശ്യം പറഞ്ഞു. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. പെട്ടെന്ന് പറയണം 3 പ്രാവശ്യം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ഇങ്ങനെ പറഞ്ഞില്ല, പെട്ടെന്ന് പറയണം 3 പ്രാവശ്യം. പെട്ടെന്ന് പറഞ്ഞാൽ നിന്നെ വിടാം. പെട്ടെന്ന്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ശരി എന്നാ വിട്ടോ. എടോ, ഇതൊക്കെ ഒരു തരം ജന്മവാസനയാ. അതില്ലാത്തവൻ ഇങ്ങനെ ഓരോ ശിഞ്ചികവും കൊണ്ട് നടക്കും. മനസ്സിലായോ? പേരെന്താണ്? ലിയോ. നീ ഒരു സിനിമ ഉണ്ട്, മാസാണ് കേട്ടോ. എവിടെ നാട്? പാവറട്ടി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ NIS പഠിക്കുന്നു. ലിയോ ആക്ഷൻ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലും കൂടന്നൂരിലും കാടുകളിൽ കൂപ്പ് പണി ചെയ്തും കൂപ്പ് ലേലം കൊണ്ടും കൊടുത്തും വന്ന മാധവണ്ണി എന്ന എന്റെ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്.
വേർപ്പിന് ചുവപ്പ് നിറമായിരുന്നു, ചോരയുടെ ചുവപ്പ്. കറക്റ്റ്. വന്നത് പഴങ്കഥ പറയാനോ ആളാകാനോ അല്ല, എന്ത് വിരിച്ച ആളാവാൻ? നെഞ്ചു വിരിച്ച ആളാകാനോ അല്ല. പിന്നെ മുൾച്ചെടിക്ക് വിഷക്കായ പോലെ ഈ ഒരു മകനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതേ വരുന്നു ശവരാമൻ. കറക്റ്റ്. അവനെ പിപ്പിടി കാണിക്കാനായി എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടരുത്. അവനോട് പറയണം എന്റെ അടുത്ത് പിപ്പിടി കാണിക്കാനായി വിടരുത്. ഓക്കെ. പുള്ളി വെക്കാൻ ഒരു മകനെ പോലും കൊടുത്തിട്ടില്ലല്ലോ. ബാക്കി കർമ്മം ചെയ്യാൻ തന്തയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ അവനെ എന്റെ മുന്നിലേക്ക് തൊഴിലയച്ചു വിട്ടാ മതി. അല്ല, ബാക്കി കർമ്മങ്ങൾ ചെയ്യാൻ തന്തയായ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ അവൻ എന്റെ മുന്നിലേക്ക് ചുടലയച്ചു വിട്ടു. എന്തായാലും നീ വിട്ടു വന്നാ. പതഞ്ജലി ഭരതമുനി പോയിക്കോളൂ. എന്താ മക്കളുടെ പേര്? അതിലെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ BBA ഫസ്റ്റ് ഇയർ ആണ്. നാട് കുന്നോളം. അപ്പൊ ടക്കിന് തന്നെ അങ്ങ് പറഞ്ഞോളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നീയും എന്നെ പോലൊരു മിടുക്കനാ, നിനക്ക് അതിന് സാധിക്കും. ഉള്ളി. ഉള്ളിയെ നീ എന്താ ഉള്ളി കച്ചവടം നടത്താൻ വന്നിരിക്കുകയാണ്? ഉൾനാമ്പ് തെളിയാത്ത ഇതാണ് മോനെ. തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. പറ, തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. പെട്ടെന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് പോയിക്കോ. തച്ചന്റെ തച്ച് തടിച്ചത്. ഇത് തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. പറ, തച്ചന്റെ തടിച്ച. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത മോളെ, അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു കൊടുത്ത്. ഒരു തച്ചന്റെ തച്ചത്തിൽ ഒരു തച്ചന്റെ അല്ല, തച്ചന്റെ തച്ചത്തി. തച്ചന്റെ തച്ചത്തിൽ ഒരു തടിച്ച് തച്ചത്തി. അങ്ങനെ പറ. തച്ചന്റെ തച്ചത്തിൽ ഒരു തടിച്ച് തച്ചത്തി ഇല്ലെന്നില്ല അതിനകത്ത്. പറഞ്ഞു കൊടുത്തേ. തച്ചന്റെ തച്ചത്തി ഒരു തടിച്ച തച്ചത്തി. എന്നാ പറയാ? തച്ചന്റെ തച്ചത്തി ഒരു തടിച്ച തച്ചത്തി. നടക്കുമല്ലോ മോനെ. എന്താ ഓക്കെ അല്ലേ? എന്നാ പോയിക്കോ നീ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എന്താ പേര്? ഫാത്തിമ. ഫാത്തിമ എവിടെയാണ് നാട്? ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? BBA വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, തുടങ്ങാം. റെഡി, ആക്ഷൻ. ഒന്നാമ്പ് തെളിയാത്ത പാറമണ്ണിലും പൊഞ്ഞു വിളയുന്ന നിലമ്പൂരിലും ഗൂഡല്ലൂരിലും പൊന്നു വിളയുന്ന നിലമ്പൂര് വിളയിക്കുന്നതും ഒന്ന് പറ, എവിടെയോ തെറ്റ് പറ്റിയത്? ഒന്നാമ്പ് തെളിയാത്ത പാറമണ്ണിലും മണ്ണിൽ പൊന്നു വിളയിച്ചും പൊഞ്ഞു വിളയിച്ചും നിലമ്പൂരിലും ഗൂഡല്ലൂരിലും വേറെന്താ ഇങ്ങനൊക്കെ കാടുകളിൽ എന്ത് പണിയാ? കൂപ്പ് പണിയെടുത്തും കൂപ്പ് വേലയും കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും. പോരട്ടെ, വളർന്നു അവസാനമൊന്നുമില്ലേ? അറിയില്ല. ശരി, വിട്ടോ, കുഴപ്പമില്ല. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. യെസ്, എന്താണ് പേര്? നസീമ. പിടിച്ചേ. നസീമ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഫൈനൽ ഇയർ. ഓക്കെ, എവിടെയാ നാട്? അടുത്താണ്. റെഡി, ആക്ഷൻ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിലും അവിടെ നിന്ന് പഠിച്ചോണ്ട് നിന്നിട്ട് പോലും എന്താണ് നസീമ ഇത്? എത്ര നേരമാണോ ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയണ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിലും പൊന്നു വിളയും നിലമ്പൂരിലെയും പൊന്നു വിളയൊന്നല്ല, പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും ഗുണ്ടല്ലൂരിലെയും ഗുണ്ടന്നൂരില്ലേ? അത് എറണാകുളത്തെ സ്ഥലത്തിന്റെ പേരാ. ഇതൊന്നുമല്ല, വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഗൂഡല്ലൂരിലെയും കാടായ കൂപ്പുപണി ചെയ്തും കൂപ്പുലേലം കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന മാധവനുണ്ണി വിയർപ്പുരകി ചുവപ്പ് നിറമായിരുന്നു. എന്തിനാ? ചോരയ്ക്ക്. വിയർപ്പിനോ?
എന്താ? അല്ല എന്നൊക്കെ പ്രായമുള്ള കോഴിയാണല്ലോ കഴിക്കുന്ന മുമ്പ് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് പടം കാണാൻ പോയ വന്നത് പഴങ്കഥ. വന്നത് പഴങ്കഥ വന്നത് പഴങ്കഥയെന്ന്. പഴങ്കഥ വലിച്ച്. പഴങ്കഥ വളിച്ച എന്തോ ഈ പറയുന്നത്? ഞാൻ സ്നേഹിക്കുന്നത് കലയാ. ഏത് കലയെ? ആ കല ഞാൻ സരോജിൽ കാണുന്നു. ഓ, ആ കല. പഴങ്കഥ വലിച്ച് വിരിച്ച് പഴങ്കഥ വലിച്ച് വിരിച്ച് ആളാകാനല്ല. എന്ത് ഭാഷയാണ്? നെഞ്ച് വിരിച്ച ആളാവാനൊന്നല്ല. ഇച്ചിരി അടുപ്പിച്ച് വെച്ച പറ, പെട്ടെന്ന് പറ, ഇവർക്കൊക്കെ പോകാനുള്ളതാണ് ഞങ്ങൾക്കും. എനിക്കറിയാം. നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല. സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക്. അയ്യോ വേണ്ട. പറ. സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക്. സൂപ്പർ സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സോഡിയസ്. വേറെ വേറെ പറ. ഏതാണ് കറക്റ്റ്? അവിടെ പറഞ്ഞാറുണ്ട്. നീ വാങ്ങുവാ. അല്ലല്ല, കറക്റ്റ് സാധനം ഇറങ്ങുവാ. സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക്. സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക്. ബാക്കി പറ. അവിടെ നിന്ന് പറഞ്ഞു. അത്രയല്ല, ബാക്കി മൊത്തം അവിടെ നിന്ന് പറയുന്ന ഇല്ല. ഒന്നുകൂടെ പറഞ്ഞു നോക്ക്. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലോ, ടാസ്ക് നിങ്ങൾക്കാണ്. സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക്. സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സോഡിയസ്. ഒന്നുകൂടെ പറഞ്ഞു. സൂപ്പർ ഒന്നുകൂടെ പറയും. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ പറ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുട്ട് കുണ്ടിൽ വീണു. നാടൻ കേട്ടിട്ട് ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് എന്നാ ഒന്ന് അഭിനയിച്ചിട്ടു ആ കുട്ടി ഒന്ന് രക്ഷപ്പെടുത്ത്. റെഡി. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചു. നിലമ്പൂരിലെയും ഗൂഡനല്ലൂരിലെയും കാടുകളിൽ. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കൂപ്പുലേലം കൊണ്ടും കൊടുത്തും വളർന്നു വലുതായ മാധവനുണ്ണിയുടെ വിയർപ്പൊഴുക്കിയ നിറമാണ് ചോരയുടെ നിറം. ആരായിരുന്നാലും ശരിയാ, ഇവൻ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്നാ രക്ഷപ്പെട്ട്. മറ്റേ തന്നെ പറഞ്ഞിട്ട് വയ്ക്കോ. വന്ന എന്ത് പറയാൻ വേണ്ടിട്ടാണ്? സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക്. സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സാലിഡിയോസ്. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. ഇല്ലല്ല, ഒരു ടാസ്കും ഇല്ല. നീ തന്നെ പറഞ്ഞാൽ മതി. അത് എനിക്ക് ടാസ്ക് ആവും. പറ. ശരി. തല ഇങ്ങനെ കുത്തി നിന്നിട്ട് കാല് മേളിൽ തട്ടിക്കണം. എനിക്ക് പറയാനൊന്നുമില്ല. നമ്മൾ പറയാൻ നീ ചെയ്യണം. മനസ്സിലായി. എന്റെ ബൗണ്ടറിയിൽ കിടന്ന് ഗോൾ അടിക്കാനാണ് തന്റെ ശ്രമമെങ്കിൽ അത് ഞാൻ അനുവദിക്കില്ല. ശരി, അങ്ങോട്ട് നോക്ക്. അന്തിക്ക് കുന്തിദേവി കിണ്ടി വീഴുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പറ. അന്തിക്ക് കുന്തിദേവി. കുന്തിക്ക് ഉറക്കെ പറയണം. പക്ഷെ അന്തിക്ക് കുന്തിക്ക് ദേവി. അറിഞ്ഞില്ല. ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കടാക്ഷം നിന്നിൽ ഇത്രത്തോളം ഉണ്ടെന്ന് അച്ഛൻ അറിഞ്ഞില്ല. അന്തിക്ക് കുന്തിക്കല്ലടാ, അന്തിക്ക് കുന്തിദേവി. പറ. അന്തിക്ക് കുന്തിക്ക് ദേവി. ചെയർപേഴ്സൺ വന്നു പറഞ്ഞിട്ട് ഇത് പറയുന്ന കേട്ടിട്ട് പോ. ചെയർപേഴ്സൺ ഇതിന്റെ ആളാണ്. പെട്ടെന്ന് പറയുന്ന കേട്ടോണോ നീ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകാൻ. ജപ്പാൻ വരെ പോയി. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയപ്പോൾ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. എവിടെ വീണ്? കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പറ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ ഒരു കിണ്ടി ഉരുണ്ട് കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പെട്ടെന്ന് പറ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകാൻ കഴിയപ്പോൾ. അന്തിക്ക് കുന്തിദേവി ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. പെട്ടെന്ന് പറയട്ടെ, വൈൻഡപ്പ് ചെയ്യണം. പെട്ടെന്ന്, ഞങ്ങൾ സമയമില്ല. അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയാലും മതി. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്ന നാട്ടിൽ നിന്ന് ഗോവിന്ദ കുരുക്കളുടെ പഠിച്ചോണ്ട് വരായിരുന്നു. അയാളോട് വെറുതെ ഇരിക്കായിരുന്നു.
മിന്നൽ വല കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടെ നിന്നെ രക്ഷിക്കാൻ ഇവിടെ ഒരാളുണ്ട്, നീ വിട്ടോ വിട്ടോ. നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. ഇങ്ങോട്ട് വരാനെന്ന് ഞാനൊന്നും പറയില്ല, എനിക്കൊന്നും അറിയില്ല. അല്ലെന്ന് വെറുതെ ഇങ്ങോട്ട് വരാരുത്. ഇത് കൊള്ളാല്ലോ. എന്തിനു വെറുതെ വന്നിരിക്കുന്നത്? എന്തിനൂടെ നമ്മളിപ്പോ എന്ത് ചെയ്യും? വെറുതെ വന്നിരിക്കുകയാണ് ഇത്രയും ക്യാമറയുടെ മുമ്പില്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഫുഡ് കഴിച്ച? എന്തോ കഴിച്ച? ചോറ്. എവിടെ നാട്? എന്നൊക്കെ പറയില്ല കേട്ടോ. കയ്പമംഗലം. ഗുരുവായൂർ തന്നെയാണോ സ്ഥലം? ഗുരുവായൂർ തന്നെയാണോ? കൊടുങ്ങല്ലൂർ റൂട്ടാണ്. പിന്നെ ഇവിടെ ഏതിനാ പഠിക്കുന്ന? GNM. ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ. ശരി, എന്നാ റെഡി. നമ്മൾ മനോഹരമായ ഒരു മാപ്പിളപ്പാട്ട് എന്ന മനോഹരമായ ഒരു ചെറിയൊരു സാധനം. ഇതൊന്നും നീ പറയണ്ട, ഒരു ചെറിയൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പറ. ശിവനേ, അത്രയല്ലേ ഉള്ളൂ. ഒന്നും പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് അത് പറഞ്ഞാൽ മതി. ഞാനിപ്പോ പറഞ്ഞത് പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. ഉറക്കപ്പ 3 പ്രാവശ്യം. ഇല്ലെന്ന് പറഞ്ഞോ. അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു പാതാളക്കരണ്ടി ആണല്ലോ ദൈവമേ നീ എനിക്ക് വേണ്ടി കണ്ടുവച്ചു. പഠിക്കേണ്ടതായ പഠിക്കേണ്ടതായിട്ട് ഇല്ല, 2 പ്രാവശ്യം കേട്ടു. 2 പ്രാവശ്യം പഠിക്കേണ്ടതായിട്ട് വേറെ പറഞ്ഞാൽ മതി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി പറ. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. നേരെ ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ മൈക്ക് പിടിച്ചോളാം. ഒന്നും വേണ്ട. പിന്നെ വേറെ എന്തെങ്കിലും പറയാൻ പറഞ്ഞു? ഒന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോണ. കാലുണ്ട് നടക്കില്ല എന്താണ്? കാലുണ്ട് നടക്കില്ല എന്താണ്? ഒരു കാലുണ്ട് നടക്കില്ല എന്താണ്? കുട. ഇല്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു 2 വഴി എന്തെങ്കിലും ഒന്ന് പാടിയിട്ട് പോയ പോരാ? എനിക്കറിയില്ല. ഓക്കെ വിട്ടോ. ഞങ്ങൾ ഇറങ്ങാ. മോള് വളർന്ന് വലുതായിട്ട് വരാം. മോള് വാ. എന്ത്? അയ്യേ. ശരി, ഈ കോളേജിന്റെ അഭിമാനമായ പേരെന്താണ്? അനാമിക. അനാമിക മനോഹരമായ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. അനാമിക ഏതിനാ പഠിക്കുന്നത്? നാളെ എവിടെ? കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂർ അല്ല, കൊടുങ്ങല്ലൂർ. വിടി. പാടി. കളിയും ചിരിയും നിറയും കനവിൽ ഇളനീരൊഴുകി കുളിരിൽ തണലും വെയിലും പുണരും തൊടിയിൽ മിഴികൾ പായുന്നു കൊതിയിൽ. കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ. കാത്തിരിപ്പൂവിങ്ങലല്ലേ കാലമിങ്ങോ മൗനമില്ലേ മൗനം തേടില്ലേ. ആഹാ 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 അടിപൊളി. ഇനി നമ്മുടെ ആ സാധനം ഒന്ന് അഭിനയിച്ചേ. അറിയില്ല, എന്നാ ഓക്കെ ബൈ. ഇത്രയും ചെയ്തില്ലേ? ശരി, താങ്ക് യു. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. യെസ്, ഇനി വേദിയിലേക്ക് വരുന്നു മിസ്റ്റർ അഖിൽ. അഖിലേ, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. എവിടെയാണ് വീട്? പാവർട്ടിയിൽ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? നമ്മുടെ BCom. ഏത് ഇയറായി? ഫൈനൽ ഇയർ. ശരി, ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്ന ചെയ്തോളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആ പാട്ട് പാടിക്കോ. ശരി. വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന എന്നിലെ കലാകാരൻ ഉണർന്നു. ഹിരിയേ 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 तेरी होके मरा जिंद जान करा तेरी होके मरा जिंद जान करा. മറ്റൊരു നിർത്ത്. ആക്ഷനും അർത്ഥമൊക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി. ചിത്രകാരനാണ്, കലാകാരനാണ് എന്നൊക്കെ തട്ടിയേക്ക്. ഇനിമേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെഡി, ആക്ഷൻ.
ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നിൻ വിളയിച്ചും നിലമ്പൂരിലും ഗുണ്ടല്ലൂരിലും കാടുകളിൽ എന്തുട്ടായിരുന്നു? ഞാനിതെന്താ അംഗമെന്ന് നോക്കി നിൽക്കായിരുന്നു. കൂപ്പ് പണി ചെയ്തും കൂപ്പിലേലം കൊടുത്തും കൊണ്ടും കൊടുത്തും വളർന്ന മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിന് നിറം ചുവപ്പാണ്, രക്തത്തിന്റെ ചുവപ്പ്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. പഴങ്കഥകൾ പറയാനും നെഞ്ചു വിരിച്ച് വെല്ലുവിളികൾ കാണിക്കാനും വന്നതല്ല. മുൾച്ചെടിയിൽ വിഷക്കായ പോലെ ഒരു മകനുണ്ടല്ലോ, ദാ നിൽക്കുന്നു ശവരാമൻ. അവനോട് പറയണം, മാധവനുണ്ണിയുടെ അടുത്ത് പിപ്പിടി കാണിക്കാൻ വരരുത്, പിപ്പിടി കാണിക്കാൻ വരരുതെന്ന്. കൊള്ളി വെക്കാൻ പോലും അവനൊരു മകനെ ദൈവം കൊടുത്തിട്ടില്ല. ആ കർമ്മം ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ അവനെ തന്തയായ തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ അവനെ തുടലഴിച്ചു വിട്ടോളൂ. അടിപൊളി, സന്തോഷായി, നല്ല സന്തോഷായി. നീ വാ. ഓക്കെ, ഇനി നമുക്ക് ഗിഫ്റ്റിൻ്റെ സെക്ഷനാണ്. പ്രൈസ് കൊടുക്കാം എല്ലാവർക്കും അല്ല. ഇതിൽ ഇപ്പം അത്യാവശ്യം കുറേ പേരൊക്കെ ഉഴപ്പ് കാണിച്ച് പഠിക്കാതെയൊക്കെ വന്നിരുന്നെങ്കിലും രസകരമായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് പഠിച്ച് നല്ല മനോഹരമായി ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്ത ഈ ഇവിടുത്തെ ചെയർമാൻ ആയ മിസ്റ്റർ അക്ഷയ് ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. അക്ഷയ്, കൺഗ്രാറ്റ്സ്. അമ്മയുടെ സ്നേഹം പോലെയുള്ള മുടി ഇഴകൾക്കായി നിനക്ക് ആമി ഹെയർ ഓയിൽ. ഇതിക്കുള്ള എന്താണ് നിനക്ക്? മുടിയെ നീ സ്നേഹിക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു സാധനം നിനക്ക് തരുന്നത്. ഹാപ്പി അല്ലേ? ഈ ചിരി എന്നും നിലനിൽക്കും. യെസ്, ഒരു വേദിയിലായാലും എവിടെയായാലും ആദ്യം കടന്നു ചെല്ലുക എന്നുള്ളൊരു ചെറിയ കാര്യമല്ല, അതൊരു ഗട്ട്സാണ്, അതൊരു ക്വാളിറ്റിയാണ്. അങ്ങനെ നമ്മുടെ വേദിയിൽ ആദ്യം കടന്നു വന്ന ആ വ്യക്തിയെ ഞാൻ വിളിക്കുകയാണ്. ആരാണ് അദ്ദേഹം? ആരാണ് അയാൾ? വരൂ. അശ്വതി. അശ്വതി, ബി പെർഫ്യൂം നൽകുന്ന ഒരു ഉപഹാരമാണ് ഇത്. 12 hours നിങ്ങൾക്ക് ലാസ്റ്റിംഗ് ഗ്യാരണ്ടി ഉണ്ട്, 3 days ചെക്കിംഗ് ഗ്യാരണ്ടി ഉണ്ട്. ബി പെർഫ്യൂം അവർ നൽകുന്ന മനോഹരമായ ഒരു ഗിഫ്റ്റാണ്. ഇനി ഞാൻ വിളിക്കുന്നു, മൾട്ടിപ്പിൾ ടൈംസിൽ സ്ക്രിപ്റ്റിനിടയിൽ പോലും എന്തുട്ടാണ് എന്ന് വളരെ നിഷ്കളങ്കമായി പറഞ്ഞ ഒരു ദേവിയെ പോലുള്ള ഒരു ദേവികയെ. വരൂ ദേവിക. ബി പെർഫ്യൂം നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. 12 hours ലാസ്റ്റിംഗ് ഗ്യാരണ്ടി, 3 days ചെക്കിംഗ് ഗ്യാരണ്ടി. കൺഗ്രാറ്റ്സ്. യെസ്, അപ്പോൾ രസകരമായ 2 എപ്പിസോഡുകളാണ് നമ്മൾ ഇവരുമായിട്ട് ചെയ്തത്. നിയോ വിസ്ഡം വളരെ മനോഹരമായ കുട്ടികളായിരുന്നു, വളരെ നല്ലൊരു കോളേജാണ്. സോ തൽക്കാലം നമ്മുടെ ടൈം ഓവറായി വിട പറയുകയാണ്. അടുത്ത മറ്റൊരു കോളേജിൽ നമുക്ക് കാണുന്നവരെയും ഗുഡ് ബൈ.